ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീദാസ് ടിജി ആർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാളനാണ്. സദ്യയിലൊക്കെ വിളമ്പാറുള്ള കാളനാണിത്. ഈ കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു ചെറിയ പച്ച ഏത്തയ്ക്കായും എടുത്തിട്ടുണ്ട്. ഇനി ഈ ചേനയുടെ ഏത്തയ്ക്കയുടെയും തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഏത്തയ്ക്കയുടെ തൊലി ഞാനിങ്ങനെ ഇരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊലി മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നില്ല, ഇതേപോലെ ഇരിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് കീറിയിട്ട് നീളത്തിലൊന്ന് കീറിയെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ചെറിയ സ്ക്വയറായിട്ട് ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറയുണ്ട്. ഇതിൻ്റെ കറ പോകാൻ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പിഴുപുളി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തതാണ്. ഇതിൽ കുറച്ച് സമയം ഒന്ന് കിടന്നു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ കറ അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് ചേനയുടെ തൊലി ചെത്തിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ചേനയുടെ തൊലി ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നീളത്തിലൊന്ന് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ആദ്യം വേവില്ലാത്ത ചേനയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഈ അരിഞ്ഞ കഷ്ണങ്ങൾ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ചേനയുടെ കഷ്ണങ്ങളെല്ലാം കഴുകിയെടുത്തു. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറയെല്ലാം മാറിയിട്ടുണ്ട്. ഏത്തയ്ക്കയുടെ കഷ്ണങ്ങളും കഴുകിയെടുത്തു. ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചേനയും ഏത്തയ്ക്കയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ഇത് വേവിക്കാത്തത്. ചേനയ്ക്ക് വലിയ വേവാണെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് കാളൻ ഉണ്ടാക്കിയാലും മതി. ഇതിപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം വേവില്ലാത്ത ചേനയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേനയും ഏത്തയ്ക്കയും ഒന്ന് വെന്ത് കിട്ടണം. അതിനനുസരിച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ഒരു നിറത്തിന് വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മളിതിൻ്റെ അരപ്പും തൈരും ഒക്കെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാനിവിടെ 2 പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ജീരകം അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി, ഇതിലേതെങ്കിലും ചേർത്താൽ മതി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ കാളന് ആവശ്യമായ തൈര് ഞാനിവിടെ കട്ടകളൊക്കെ മാറ്റി നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇപ്പം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തോന്നൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഏത്തയ്ക്കയും ചേനയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരു കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. തീ ഇനി ഒന്ന് കുറച്ച് കൊടുക്കണം.
അരപ്പ് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ച് സമയം കൂടെ ഉണ്ടാവും. ഇതൊന്നും കൂടി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. ചട്ടിയുടെ ചൂട് ഒന്ന് കുറഞ്ഞു കഴിയുമ്പം നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കരുത്. ഇപ്പോൾ ഈ ചട്ടിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തത്. ഇത് ആവശ്യമനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടാവണം, തിളയ്ക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ നേരത്തെ ഓഫാക്കിയത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടെ ചേർക്കണം. കടുക് താളിക്കാൻ ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം. കടുകും ഉലുവയും പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. മുളക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്കിടാം. മുളക് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ സ്റ്റൗ ഓഫാക്കിയത് കറിവേപ്പില മൂത്ത് പോകാതിരിക്കാനാണ്. ഇനി ഈ കടുക് താളിച്ച എണ്ണയിൽ 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു നിറത്തിന് വേണ്ടിയാണ്. ഈ എണ്ണയ്ക്കൊരു നിറം കിട്ടും, പിന്നെ ഒരു മണം കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഇത് കറിയിലേക്ക് ഒഴിക്കുമ്പം ആ എണ്ണയ്ക്കൊരു നിറം കിട്ടാനാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തത്. ഇപ്പോൾ ഇതിലൊരു നല്ല മഞ്ഞ കളർ പോലെ കിടക്കുന്ന കണ്ടില്ലേ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചേർത്തത്. ഇനി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം, 2-3 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് ഇന്ന് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. സദ്യയുടെ കറിയാണ് കാളനെങ്കിലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇറച്ചി മീനും ഒക്കെ ഒഴിവാക്കുമല്ലോ. ആ സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ് കാളൻ. അപ്പോൾ ഇന്നത്തെ ഈ കാളൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.